ഇന്ന് നടന്ന അസിസ്റ്റൻ്റ് ടൗൺ പ്ലാനർ ഇൻ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന എക്സാം അനാലിസിസ് ആണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. കാറ്റഗറി നമ്പർ 572/2024, 721/2024. ഇതിൽ ആദ്യമായിട്ട് മെക്കാനിക്സ് ഓഫ് സോളിഡ്സിൽ നിന്നുള്ള പാഠഭാഗത്തു നിന്നും 10 മാർക്സിൽ ഒരു 6 to 8 മാർക്സ് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അടുത്തത് സർവേയിങ് ആൻഡ് ജിയോമാറ്റിക്സ് ആണ്. അതിലും ഒരു 7 to 8 മാർക്സ് സ്കോർ ചെയ്യാവുന്നതാണ്. അടുത്തത് കൺസ്ട്രക്ഷൻ ടെക്നോളജിയാണ്. കൺസ്ട്രക്ഷൻ ടെക്നോളജിയിൽ 10 മാർക്സിൽ നിന്നുള്ള ചോദ്യത്തിൽ 7 to 8 മാർക്സ് സ്കോർ ചെയ്യാവുന്നതാണ്. സ്ട്രക്ചറൽ എഞ്ചിനീയറിങ് 10 മാർക്സ് ആണ്. അതിലൊരു 6 to 7 മാർക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാവുന്നതാണ്. അടുത്ത വാട്ടർ റിസോഴ്സസ് ആൻഡ് എൻവയറമെൻ്റൽ എൻജിനീയറിങ്ങിൻ്റെ 10 മാർക്സിൽ നിന്നും ഒരു 8 മാർക്സ് നിങ്ങൾക്ക് സ്കോർ ചെയ്യാവുന്നതാണ്. അടുത്ത സസ്റ്റൈനബിൾ ആൻഡ് കോസ്റ്റ് എഫക്റ്റീവ് ഇൻ ആർക്കിടെക്ചർ, ഇതിൽ നിന്നും ഒരു 5 to 7 മാർക്ക് സ്കോർ ചെയ്യാവുന്നതാണ് ഈസി ആയിട്ട്. അടുത്തത് ക്ലൈമറ്റോളജി ആൻഡ് വെർനാക്കുലർ ആർക്കിടെക്ചറിലെ 10 മാർക്കിൽ നിന്നും ഒരു 6 to 8 അവിടെയും നിങ്ങൾക്ക് സ്കോർ ചെയ്യാവുന്നതാണ്. അടുത്തത് ആർക്കിടെക്ചറൽ കൺസർവേഷൻ ആൻഡ് അർബൻ ഡിസൈനിങ്, ഇതിൽ നിന്നും ഒരു 5 to 7 ഈസി ആയിട്ട് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുമെന്ന് കരുതുന്നു. അടുത്തത് ആർക്കിടെക്ചറൽ അക്കോസ്റ്റിക്സ് ആണ്. ഒരു 2 to 4 മാർക്സ് ഈ ഭാഗത്തു നിന്നും ലഭിച്ചിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അടുത്തത് അർബൻ പ്ലാനിംഗ് ആണ്. 15 മാർക്സിൽ നിന്നാണ് ചോദ്യങ്ങൾ ഇവിടെ വന്നത്. ഇതിൽ നിന്നും ഒരു 10 to 12 മാർക്സ് സ്കോർ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു ഓവറോൾ അനാലിസിസ് നോക്കുകയാണെങ്കിൽ ഇന്നത്തെ എക്സാമിന് ഒരു 65 എബോവ് കിട്ടിയവരൊക്കെ റാങ്ക് ലിസ്റ്റിൽ വരാൻ സാധ്യതയുണ്ട്. ഒരു 70 എബോവ് ഉള്ളവർക്ക് ജോലി സാധ്യതയും കാണുന്നുണ്ട്.